ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് സ്വപ്നമാണ്. സ്വപ്നത്തെക്കുറിച്ച് പലവിധമായ വ്യാഖ്യാനങ്ങൾ ഈ ലോകത്തുണ്ട്. സ്വപ്നം കാണാത്ത മനുഷ്യർ ഈ ലോകത്തിൽ ആരുമില്ല. എല്ലാവരും സ്വപ്നം കാണുന്നവരാ. ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ മുതൽ മരിക്കാൻ പോകുന്ന വൃദ്ധന്മാർ വരെ സ്വപ്നം കാണുന്നവരാണ്. സ്വപ്നം രണ്ട് രീതിയിൽ നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മുടെ വിശ്രമവേളയിൽ നാം കാണുന്ന സ്വപ്നം, അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ. രണ്ടാമത്, നമ്മുടെ ആഗ്രഹങ്ങൾ. ഇത് സ്വപ്നമായിട്ട് കൂട്ടാം. എന്നാൽ ദൈവം തന്ന ഒരു വരദാനമാണ് വിശ്രമവേളയിൽ നാം കാണുന്ന സ്വപ്നം എന്ന് പറയുന്നത്. സ്വപ്നത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ലോകത്തിൻ്റെ ശാസ്ത്രങ്ങളും വൈദ്യശാസ്ത്രങ്ങളൊക്കെ പല രീതിയിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എന്നാൽ സ്വപ്നത്തിൻ്റെ ആകത്തുക എന്ന് പറയുമ്പോൾ ബൈബിൾ എന്താണ് സ്വപ്നത്തെക്കുറിച്ച് പറയുന്നത്? അതാണ് നാം ചിന്തിക്കേണ്ടത്. ബൈബിളിലെ ഏറ്റവും വലിയ സ്വപ്നക്കാരനായിരുന്നു യോസെഫ് എന്ന് പറയുന്ന വ്യക്തി. തൻ്റെ സ്വപ്നം സഹോദരന്മാരാൽ എതിർക്കപ്പെട്ടതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ സ്വപ്നത്തിൽ ഒരു പോസിറ്റീവ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ സ്വപ്നം കൊടുത്തത് ദൈവം തന്നെയായിരുന്നു. ദൈവം കൊടുക്കുന്ന സ്വപ്നത്തിന് എതിരുകൾ ഉണ്ടാകും. എന്നാൽ ദൈവം കൊടുക്കുന്ന സ്വപ്നം പ്രാവർത്തിക തലത്തിലെത്തപ്പെടും. അപ്പോൾ ഏത് സ്വപ്നമാണ് നാം കാണേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ദൈവം തരുന്ന സ്വപ്നമാണ്. ദൈവം തരുന്ന സ്വപ്നം കാണണമെങ്കിൽ നാം ദൈവത്തോട് അടുത്തിരിക്കണം. യഥാർത്ഥത്തിൽ സ്വപ്നം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിൽ എത്തുമോ എന്നൊരു ചോദ്യം നമ്മുടെ ഇടയിലുണ്ട്. സ്വപ്നം അതൊരു കിനാവ് മാത്രമാണ്, അത് സംഭവിക്കത്തില്ല എന്നൊരു ചിന്താഗതി നമ്മുടെ ജീവിതത്തിലുണ്ട്. അങ്ങനെയല്ല. ബൈബിൾ അടിസ്ഥാനത്തിൽ നാം അതിനെ ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സ്വപ്നം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്ന ഒരു മുൻകരുതലാണ് സ്വപ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്വപ്നത്തിൻ്റെതായ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. നാം സാധാരണ ഈ ലോകത്തിൻ്റെ ചിന്തകളിലും ലോകത്തിൻ്റെതായ വ്യാപനങ്ങളിലും സഞ്ചരിക്കുമ്പോൾ നാം കാണുന്ന സ്വപ്നങ്ങൾ യഥാർത്ഥത്തിൽ ഫലിക്കാത്ത സ്വപ്നങ്ങളാണ്. എന്നാൽ ദൈവിക സാന്നിധ്യത്തോടുകൂടി ദൈവിക ചിന്തയോടുകൂടി നടക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സ്വപ്നങ്ങൾ അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്ന സ്വപ്നങ്ങളാണ്. ഈ രണ്ട് വേർതിരിവ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. യോസേഫിന്റെ ജീവിതത്തിൽ ഇത് യാഥാർത്ഥ്യമായ സ്വപ്നമായത് എന്തുകൊണ്ടെന്നാൽ ഇവൻ ദൈവത്തോട് അടുത്തിരുന്നൊരു മനുഷ്യനായിരുന്നു. ദൈവത്തോട് അടുത്തിരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടും. ദൈവത്തിന്റെ സന്നിധിയിൽ നിലനിൽക്കുന്നവന്റെ ജീവിതത്തിൽ അവന്റെ സ്വപ്നം യാഥാർത്ഥ്യത്തിൽ എത്തപ്പെടും. നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്, ഈ സ്വപ്നം എന്തിനാണ് മനുഷ്യന് തന്നിട്ടുള്ളത്? വിശ്രമിക്കുമ്പോൾ അങ്ങനെ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ പോരെ? എന്തിനാണ് ഈ രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ ഒരു കിനാവ് കാണുന്നത്? ഇതിന്റെ കാര്യം എന്താ? യഥാർത്ഥത്തിൽ ദൈവം നമ്മളോട് ഇടപെടുവാൻ ദൈവം ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് സ്വപ്നം എന്ന് പറയുന്നത്. നീ ദിവ്യ ദർശനങ്ങൾ കാണും, സ്വപ്നങ്ങൾ കാണും എന്ന് പറയുന്നത് ദൈവം നമ്മളോട് ഇടപെടുന്നതാ. ശമൂവേൽ പ്രവാചകൻ താൻ കുഞ്ഞായിരുന്നപ്പോൾ, ഏലിയുടെ അടുക്കലിരുന്നപ്പോൾ, താൻ കിടന്നുറങ്ങിയപ്പോൾ ഒരു ശബ്ദം കേൾക്കുക. ഇത് സ്വപ്നത്തിൽ കൂടിയാണ് താൻ കേൾക്കുന്നത്. ശമൂവേലേ ശമൂവേലേ എന്ന് വിളിക്കുന്ന ശബ്ദം ഇവൻ സ്വപ്നമാണെന്ന് കരുതി. എന്നാൽ ദൈവാലയത്തിൽ ഇരുന്നപ്പോൾ ഇവന്റെ അന്തരീക്ഷം മാറിയത് ഇവൻ അറിഞ്ഞില്ല. ഒരു മനുഷ്യൻ ദൈവാലയത്തിന്റെ അകത്തളത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ അന്തരീക്ഷം മാറും. നീ ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ നിന്റെ അന്തരീക്ഷങ്ങൾ മാറും. അന്തരീക്ഷങ്ങൾ മാറുമ്പോൾ നിന്റെ സ്വപ്നത്തിൻ്റെതായ യാഥാർത്ഥ്യങ്ങൾ നിന്നെ തേടിയെത്തും. ഈ മനുഷ്യൻ ശമൂവേൽ എന്ന മാരൻ എന്ന് പറയുന്നത് ഹന്നയുടെ ഭവനത്തിൽ ഇരുന്നപ്പോൾ താൻ കണ്ട സ്വപ്നങ്ങളൊന്നും യാഥാർത്ഥ്യത്തിലെത്തിയില്ല. എന്നാൽ എപ്പോഴാണ് ദൈവാലയത്തിൽ കടന്നത്, ദൈവാലയത്തിൽ ഇരുന്ന് കണ്ടത്, ആ സ്വപ്നത്തിന് യാഥാർത്ഥ്യ മുഖമുണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യം നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സ്വപ്നങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിക്കണമെങ്കിൽ ദൈവിക അന്തരീക്ഷത്തിൽ നാം ചലിക്കപ്പെടണം. ദൈവിക അന്തരീക്ഷത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് നാം അപ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യ തലത്തിലേക്ക് എത്തുന്നത്. ഉദാഹരണത്തിന്, ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കുക ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത്
ദൈവത്തോട് അടുത്തിരിക്കുവാൻ, വിശുദ്ധമായ ജീവിതവും വിശുദ്ധമായ നിർമ്മലമായ നടപ്പും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ, ദൈവസന്നിധിയിൽ അല്പനേരം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കുവാൻ, ജീവിത വിശുദ്ധിയോടുകൂടി ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നിർമ്മലതയോടുകൂടി ജീവിക്കുവാൻ, ദൈവം പറയുന്ന ഉപദേശത്തിൽ നിലകൊള്ളുവാൻ ഈ തീരുമാനങ്ങളൊക്കെ എടുത്ത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ക്രമീകരിച്ച ദൈവസന്നിധിയിൽ അല്പകാലം നീ മുന്നോട്ടൊന്ന് ഉപയോഗിക്കേ. ആ സമയത്ത് നിന്റെ വിശ്രമവേളയിൽ നീ കാണുന്ന സ്വപ്നങ്ങളെല്ലാം നിനക്ക് ദൈവം തരുന്ന സ്വപ്നങ്ങളാണ്. കാരണം നിന്നെ അപ്പോൾ ഭരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന് നീ ഇടം കൊടുക്കുന്നത് കൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് നിന്നിൽ സംസാരിക്കുവാൻ വേണ്ടി അവസരത്തിന് വേണ്ടി കാത്തിരിക്കും. പരിശുദ്ധാത്മാവ് വസിക്കുവാനുള്ള ഇടം നിന്നിലുണ്ട്. നിന്നിലുള്ള ഇടം സുരക്ഷിതമാണ്, നിന്നിലുള്ള ഇടം വിശുദ്ധമാണെന്ന് പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിന്റെ വിശ്രമവേളയിൽ നിന്നോട് സ്വപ്നത്തിൽ സംസാരിക്കുവാൻ ദൈവം ഒരുക്കമായിരിക്കും. ആ ഒരുക്കമായിരിക്കുന്ന സ്വപ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യ തലത്തിലെത്തും. ദൈവമക്കളെ, നമ്മൾ പ്രവാചകന്മാരുടെ അടുക്കലോ ഏതെങ്കിലും വിദ്വാൻമാരുടെ അടുക്കലോ ചെന്ന് നിന്റെ ഭാവി കാര്യത്തെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട കാര്യമില്ല, ആരായേണ്ട കാര്യമില്ല. നീ വിശുദ്ധനാണെങ്കിൽ, നിർമ്മലനാണെങ്കിൽ, ദൈവപ്രകാരം ദൈവഹിതപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ നിന്റെ സ്വപ്നത്തിൽ തന്നെ ദൈവം ഇടപെടും. ആ സ്വപ്നം ഫേക്ക് സ്വപ്നങ്ങളല്ല, അത് യാഥാർത്ഥ്യത്തിന്റെ തലങ്ങളെ വിളിച്ചു പറയുന്ന സ്വപ്നങ്ങളായിരിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കേണ്ടത്, നാം തന്നെ സ്വയത്തമാക്കേണ്ട ദൈവത്തിന്റെ അരുളപ്പാട് നമ്മളുടെ ജീവിതത്തിൽ തന്നെ സ്വപ്നത്തിൽ കൂടി ദൈവം സംസാരിക്കേണ്ട ദൈവത്തിന്റെ അരുളപ്പാട് മറ്റുള്ളവന്റെ മുമ്പിൽ പോയിരുന്ന് എന്തൊക്കെയോ എനിക്ക് ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കാശ് കൊടുത്ത് എൻ്റെ ഭാവിയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവികമായ അനുഭവം സംഭവിക്കത്തില്ല. കാശ് കൊടുത്ത് പ്രവാചകന്മാരെ വിളിച്ചു വരുത്തി എൻ്റെ ഭാവി അറിയണമെന്ന് പറയുന്ന വ്യക്തികളുടെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടില്ല. അങ്ങനെ ഒരു ഹിതം, അങ്ങനെ ഒരു പ്രവർത്തന രീതി ദൈവ നാമത്തിലില്ല, ദൈവ വചനത്തിലില്ല, ദൈവഹിതത്തിലില്ല. നിനക്ക് സംസാരിക്കേണ്ടത്, നിന്നോട് സംസാരിക്കേണ്ടത് ദൈവം നിന്നോട് തന്നെ സംസാരിക്കും. എപ്പോൾ? നീ ദൈവത്തിന്റെ തലങ്ങളിൽ എത്തുമ്പോൾ, ദൈവത്തിന്റെ കളത്തിലെത്തുമ്പോഴാണ് ദൈവം നിന്നോട് സംസാരിക്കുക. ഈ ദിവസങ്ങളിൽ അങ്ങനെ സ്വപ്നം നിന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യ തലത്തിൽ, ദൈവിക തലത്തിൽ എത്തണമെങ്കിൽ നീ ദൈവത്തോട് നിന്ന് അടുത്താൽ മതി. ചെറിയൊരു ക്രിയേഷൻ ചെയ്താൽ മതി. ചെറിയൊരു ദൈവത്തിനോടുള്ള ബന്ധത്തിൽ ചെറിയൊരു മാറ്റം നിന്റെ ജീവിതത്തിൽ വന്നാൽ മതി. എന്നാൽ നിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കൊണ്ട് ദൈവം നിറയ്ക്കും. ആർക്കും തരാത്ത ചില കാര്യങ്ങൾ ദൈവം നിന്റെ സ്വപ്നത്തിൽ കൂടി തരും. ആർക്കും അനുഭവിക്കാത്ത ചില തലങ്ങളിൽ കൂടി നീ സഞ്ചരിക്കും. ഇത് തന്നെയാണ് ഭക്തന്മാരുടെ ജീവിതത്തിൽ എല്ലാം സംഭവിച്ചത്. നിന്റെ ജീവിതത്തിലും സംഭവിക്കണമെങ്കിൽ ചില മാറ്റങ്ങൾ ഉൾക്കൊണ്ട് നീ മറ്റുള്ളവരെ ആശ്രയിച്ച് ഈ ദിവസങ്ങൾ മുന്നോട്ട് പോയാൽ ഒന്നും സംഭവിക്കത്തില്ല. എന്നാൽ നീ തന്നെ ഒരു എക്യുപ്ഡ് മനുഷ്യനായി, ഒരു ഒരുക്കമുള്ളവനായി തീർന്നാൽ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ദൈവം വഴിതിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവാഞ്ചലിസ്റ്റ് പ്രേംജി ജോർജ് നിലമ്പൂർ.